ഹലോ അസ്സലാമു അലൈക്കും. +1 അറബിക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സഹീർ സാർ. എന്നെ പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പരിചയം ഉള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് പരിചയം? എവിടെന്നെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഓൺലൈൻ ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് സാർ പറഞ്ഞെന്നുള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ SLCയിൽ അല്ലെങ്കിൽ +1 നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിലൊക്കെ എൻ്റെ ക്ലാസ് കണ്ട കുട്ടികളാവും. വീഡിയോ കാണുന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കാര്യം നേരത്തെ പറയാടാ. നമുക്ക് +1 പരീക്ഷയിൽ പല കുട്ടികളും മെസ്സേജ് അയക്കുകയാണ്, സാർ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, നിർബന്ധമായി വരുന്ന അറിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് +1 പരീക്ഷയിൽ മിക്കവാറും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എങ്ങനെ ചെയ്യാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് വരുന്ന ലൈവിൽ നമ്മൾ മുഴുവൻ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ ട്രിക്സും ടിപ്സും +1 എക്സാമിനെ കലക്കി കുടിക്കാനുള്ള എല്ലാ ഐഡിയകളുമായിട്ട് ഞാൻ നാളെ രാവിലെ 9 മണിക്ക് വരും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ സാറ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായി ചോദിക്കാറുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. റെഡി ആണല്ലോ? റെഡി? ഓക്കെ. ദെൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം. അതിപ്പോൾ ഒരു പാരഗ്രാഫോ ഒരു ലൈനോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് 3-4 സെൻറ്റൻസ് തന്നിട്ട് നമ്മോട് പറയും ഇസ്മ് ഫുഅല് ഹർഫ്, നൗണ്, വെർബ്, അതേപോലെ തന്നെ ഹർഫ്, ലെറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തി എഴുതാം. ഇപ്പോൾ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാം, ഹുവ ഹി ആക്കി മാറ്റി എഴുതാം. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി എഴുതാനുള്ള നിങ്ങളെ ലാംഗ്വേജ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പേടിക്കണ്ട, വളരെ ഈസിയാണ്. ചില ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് മാറ്റാം. നാളെ പറയാം കേട്ടോ. യെസ്, ദെൻ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യണ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഒരു പാരഗ്രാഫ് നമുക്ക് തരും. ആ പാരഗ്രാഫ് തന്നെ അതിന് റിലേറ്റ് ചെയ്തതിന് 3-4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പോഴും വിചാരിക്കും ഞങ്ങൾക്ക് ഇതിന് മീനിങ് അറിയില്ലാത്ത കുട്ടികൾക്ക് കണ്ടെത്താനുള്ള ട്രിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നാളെ പറയാം. ഓക്കെ, ഇനിയോ നിങ്ങൾക്ക് വരാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാൻ സ്ഥലം മറ്റൊരു ക്വസ്റ്റ്യനാണ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തരും. അതിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇത് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ വരിക, എങ്ങനെയൊക്കെ വരിക എന്നുള്ള ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊന്ന്, നമുക്ക് കവിതൻ്റെ ലൈനുകൾ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മീനിങ് താഴെ കൊടുക്കും. ഇത് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ അറബി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പല ടൈപ്പിലും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഹിവാർ എന്തായാലും നിങ്ങൾ ധൈര്യമായി എക്സ്പെക്റ്റ് ചെയ്തോളൂ, ഹിവാർ ചോദിക്കും. പക്ഷേ ഏത് ഹിവാർ ചോദിച്ചാലും വളരെ സിമ്പിളായിട്ട് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പല കുട്ടികളും ഹിവാർ ഒഴിവാക്കുന്ന കുട്ടികളില്ല. ഓക്കെ, ധൈര്യമായി നാളെ നിങ്ങൾ വന്നോളൂ, ക്ലാസ്സിൽ ലൈവിലേക്ക് വന്നോളൂ. പഠിക്കാതെ പോയ കുട്ടിക്കും ഈസി ആയിട്ട് ഹിവാറിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, റെഡി? ഇനി മറ്റൊന്ന്, നിങ്ങൾക്കൊരു പാരഗ്രാഫ് വരാൻ സാധ്യത ഉണ്ട്, വെള്ളത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരോഗ്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരിയുടെ അപകടം എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പാരഗ്രാഫും ഈസിയായി നമുക്ക് എഴുതാൻ മാർക്ക് സ്കോർ ചെയ്യാം. മറ്റൊന്ന്, ബയോഡേറ്റ എഴുതാനോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ അറബിക് എക്സാമിന് നിങ്ങൾ നിർബന്ധമായി എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, മറ്റൊന്ന്, നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കവിതയുടെ 1-2 ലൈന് കൊടുക്കും. ഇത് നിങ്ങളോട് പറയും അതിൻ്റെ ഫിഖറത്തുൽ മർക്കസിയ, അതിൻ്റെ ഉള്ളടക്കം എഴുതണമെന്ന്. അപ്പോൾ കവിത ഞങ്ങൾ പഠിച്ചിട്ടില്ലൊന്നും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട. ഒരു കവിതയും പഠിക്കാതെ പോയ ആൾക്കും ഏത് കവിതയെ കുറിച്ച് ചോദിച്ചാലും എഴുതാനുള്ള എല്ലാ അവസാനത്തെ അടവുകളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞുതരും. ഒക്കെ റെഡിയാണല്ലോ? മറ്റൊന്ന്, നമുക്ക് എന്ത് ചെയ്യും, ഒരു പാരഗ്രാഫ് തന്നെ നമ്മോട് പറയണം, ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് ഒന്നും അർത്ഥം അറിയാത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും മുഴുവൻ മീനിങ് ഒന്നും അറിയാത്ത കുട്ടിക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യും, എന്തായാലും വരാൻ വളരെ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയോ ട്രാൻസ്ലേഷൻ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ട്രാൻസ്ലേഷൻ ചോദിക്കുമ്പോൾ തന്നെ ഏത് ട്രാൻസ്ലേഷനാണ് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത, ട്രാൻസ്ലേഷൻ ഏതാന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാൻ. ട്രാൻസ്ലേഷൻ വരും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ മറ്റൊന്ന്, നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ടായിരിക്കും. ആസ്വാദനക്കുറിപ്പ് നമുക്ക് എങ്ങനെ എഴുതാം, ഈസി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി പഠിക്കുകയാണെങ്കിൽ തന്നെ ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വിടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് പോയിക്കോളൂ. പരീക്ഷയ്ക്ക് വരും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കണ്ട് പരിചയം ഉണ്ടാവും, എന്നെ വിശ്വാസം ഉണ്ടാവും, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. ദെൻ നിങ്ങൾ ആ എക്സ്പെക്റ്റേഷൻ, നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് നാളത്തെ ലൈവിൽ വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് നല്ലവണ്ണം വായിച്ചിട്ട് നാളെ രാവിലെ എന്ത് ചെയ്യും, ലൈവിൽ വരും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നാളെ രാവിലെ നടക്കുന്ന അറബിക്കിൻ്റെ ലൈവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സാം ഒരു രക്ഷ ഉണ്ടാവില്ല, ഫുൾ സെറ്റായിരിക്കും. റെഡിയാണല്ലോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നാളെ കാണാം രാവിലെ 9 മണിക്ക്. ബൈ. അസ്സലാമു അലൈക്കും.